എന്തെങ്കിലും മാറ്റം ആഗ്രഹിക്കുന്ന സംഗതികൾ ഉണ്ടെങ്കിൽ പറഞ്ഞു. നമ്മുടെ വർക്ക് കൾച്ചറിൽ ഡിലേ ഇൻ ഡിസിഷൻ മേക്കിങ് അതുണ്ട്. അത് ഒരു സ്കില്ലാണ്, ഡിസിഷൻ മേക്കിംഗ് സ്കിൽ. തെറ്റിക്കോട്ടെ ശരിയായിക്കോട്ടെ, ടേക്ക് എ ഡിസിഷൻ, ബി എ പേഴ്സൺ ഓഫ് ഡിസിഷൻ. തെറ്റിയിട്ട് പിന്നീട് ശരിയാക്കിയാൽ മതി. ഡിസിഷൻ മേക്കിങ്. പിന്നെ ചോദ്യം, അതായത് ആ കോൺസിക്വൻസസ് അനുഭവിക്കാനുള്ള മടി കൊണ്ടാണ് ഡിലേ ഇൻ ഡിസിഷൻ മേക്കിങ്. ഡിലേ ഇൻ ഡിസിഷൻ മേക്കിങ് നല്ലതായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ജഡ്ജ്മെൻറ്റിൽ ഡിലേ ചെയ്യുന്നത് യാതൊരു നല്ലതായിട്ട് വരാറുണ്ട്. കാരണം കാലം കഴിയുമ്പോൾ ജഡ്ജിൽ ഈ കോടതി കുറേ കാലം കഴിയുമ്പോൾ അതിൻ്റെ സമയം തെളിയിക്കുന്നൊരു കാര്യമുണ്ട്. ചൈനയിൽ ഒരു തന്തൂരി അടുപ്പിൽ ഒരു പെൺകുട്ടി മരിച്ചിട്ട് ഓണറെ തൂക്കി കൊന്നു. കാരണം ആ തന്തൂരി അടുപ്പിൽ നിന്ന് അതിൻ്റെ മുടിയും ഇതൊക്കെ കിട്ടി. അപ്പോൾ ഓണർ തന്നെ കൊത്തിച്ചതാണ് എന്നിട്ട് അയാൾ തൂക്കി വന്നു. ഒരു വർഷം കഴിഞ്ഞപ്പോൾ ആ പെൺകുട്ടീനെ തിരിച്ചു വന്നു. ഇത് നടുവിട്ട് പോയതാ. പോണതിൻ്റെ ഇടയിൽ വേഷം മാറി അമേരിക്കയിലേക്ക് കിടക്കാനായിട്ട്. എന്നിട്ട് ആ മുടിയൊക്കെ എടുത്തിട്ട് അതിൻ്റെ ഹോട്ടലിൽ ജോലി ചെയ്യുന്ന പെൺകുട്ടിയാണ്. ആ സ്വന്തം ഹോട്ടലിൽ തന്തൂരി അടുപ്പിൽ ഇട്ടതാ. അപ്പോൾ ആ ഓണർ തീർന്നു, അതിനെ തൂക്കിക്കൊന്നു. അപ്പോൾ ചൈനയിൽ വിധി വന്നത് പെട്ടെന്ന് വിധി പറയണ്ട, കാരണം ഇത് അങ്ങാനും വന്നാലോ കൊന്നവരും മരിച്ചവരൊക്കെ അങ്ങനെയാണത്. ഡിലേ ഇൻ ഡിസിഷൻ മേക്കിംഗ് സംവെയർ ടു വർക്ക്സ് സംവെയർ. പക്ഷേ നമ്മുടെ ഇതിൽ സ്പീഡ് ആൻഡ് അക്യുറസി വളരെ പ്രധാനമാണ്. സ്പീഡ് ആൻഡ് അക്യുറസി. അപ്പോൾ ടേക്ക് എ ഡിസിഷൻ. പെട്ടെന്ന് ഉണ്ടോ ഇല്ലേ കറക്റ്റായിട്ട് പറയാം, നടക്കും നടക്കില്ല. അത് ഡിലേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടാവില്ല. എല്ലാവരും നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഒരു ലീഡേഴ്സ് ആയിട്ടാണെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്, അല്ലേ? നിങ്ങളൊരു കോർപ്പറേറ്റ് ഓഫീസാണ്, അവരൊരു യെസ് ഓർ നോ പ്രതീക്ഷിച്ചിട്ടാണ് വിളിക്കുന്നത്. നിങ്ങൾക്ക് തോന്നുന്നു എങ്ങനെയുണ്ടെന്ന്, എന്താ ചെയ്യേണ്ടത് എന്ന് അവർ നമ്മളോട് ചോദിക്കുമ്പോൾ നമ്മളും ചോദിക്കുക, പറ എന്താ ചെയ്യേണ്ടത്, നിനക്ക് എന്താ തോന്നുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയും, പിന്നെ ഞാനും ഇയാളും തമ്മിൽ എന്താ വ്യത്യാസം, ഇതിനാണോ HQ വിളിച്ചത് എന്ന് ചിന്തിക്കും. നോ, ടേക്ക് എ ഡിസിഷൻ. നിങ്ങൾ പറഞ്ഞത് തെറ്റിക്കോട്ടെ, തെറ്റിയിട്ട് തന്നെ ശരിയാവുക. ടേക്ക് എ ഡിസിഷൻ ആൻഡ് സേ യെസ് ഓർ നോ. പ്രോമിനൻ്റ് ആയിട്ട് പറയാം. ലെറ്റ് us പ്രാക്ടീസ് ടേക്കിംഗ് ഡിസിഷൻ ഓൾവേസ്. അത് എവിടെയൊക്കെ വേണം, എവിടെയൊക്കെ ചെയ്യാൻ പറ്റും, എവിടുന്നും തുടങ്ങാം. ഭക്ഷണം കഴിക്കുന്നിടത്തുനിന്ന് തുടങ്ങാം, മാരേജിൽ നിന്ന് തുടങ്ങിയിട്ട് ഇന്ന് ഏത് ഷർട്ടാണ് ഇടേണ്ടത് എന്ന് വരെ നമുക്ക് കൺഫ്യൂഷനാണ് ചിലർക്കൊക്കെ. നമ്മളൊക്കെ അലമാരയിലുണ്ടാവും, ഉപയോഗിക്കില്ല, കളയൂല, അങ്ങനത്തെ കുറേ ഡ്രസ്സ് ഉണ്ടാവും. ഉണ്ടോ? ആ, രണ്ട് മൂന്ന് അലമാരി ഉണ്ടോ? എന്താ ഇയാൾക്ക് ഇവിടെ വർക്ക് എന്താ?